അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തെ ചൊല്ലി വിവാദം കൊഴുക്കുകയാണ്. നിഷേധിച്ച അമിത്ഷായും പ്രതിരോധിച്ച പ്രധാനമന്ത്രിയും രാജി ആവശ്യവുമായി മല്ലികാർജുൻ ഖർഗെയും രംഗത്ത് വന്നു. अभी एक फैशन हो गया है अम्बेडकर 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 अम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിന് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിന്റെ പേര് ഇത്ര തവണ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടിയേനെ. അമിത്ഷായുടെ ഈ പരാമർശമാണ് വിവാദത്തിന് തുടക്കമിട്ടത്. അമിത്ഷാ അംബേദ്കറെ അപമാനിച്ചെന്നാരോപിച്ച പ്രതിപക്ഷം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടു. तो हमारी डिमांड ये है कि जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. उनको फौरन ड्रॉप करना चाहिए, बर्खास्त करना चाहिए, तभी इस देश के लोग शांत रहेंगे. അമിത്ഷായെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ വർഷങ്ങളായുള്ള ദുഷ്പ്രവർത്തികൾ മറയ്ക്കാൻ വിദ്വേഷ നുണകൾക്ക് ആവില്ലെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ജവഹർലാൽ നെഹ്റു അംബേദ്കറെ അപമാനിച്ചെന്നും ആരോപണം. BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങൾ തള്ളിയ അമിത്ഷാ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർത്തിയത്. കോൺഗ്രസ് എക്കാലവും അംബേദ്കർ വിരുദ്ധരാണ്. ഭരണഘടനാ വിരുദ്ധരും സ്ത്രീ വിരുദ്ധരും സംവരണ വിരുദ്ധരുമാണ്. നെഹ്റുവിന് അംബേദ്കറോടുള്ള വിരോധം എല്ലാവർക്കും അറിയാവുന്നതാണെന്നും അമിത്ഷായുടെ ആരോപണം. जहां तक भारत रत्न देने का सवाल है, कांग्रेस के नेताओं ने कई बार खुद ही अपने आप को भारत रत्न दिए हैं. 55 में नेहरू जी ने खुद को भारत रत्न दे दिया, 71 में इंदिरा जी ने खुद को भारत रत्न दे दिया और 1990 में बाबा साहब को भारत रत्न तब मिला जब कांग्रेस पार्टी सत्ता में नहीं रही और भारतीय जनता पार्टी के समर्थन वाली सरकार थी. മുൻനിര നേതാക്കൾ തന്നെ വിവാദത്തിൽ കക്ഷി ചേർന്നതോടെ വരും ദിവസങ്ങളിലും വിവാദം കൊഴുക്കാൻ തന്നെയാണ് സാധ്യത. പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. അംബേദ്കറെക്കുറിച്ചുള്ള പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടരും. അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അമിത്ഷായെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി മോദി 6 ട്വീറ്റുകൾ നടത്തിയതിന്റെ ആവശ്യം ആരാഞ്ഞ ഖർഗെ സുഹൃത്തുക്കളായ ഇരുവരും പരസ്പരം ചെയ്യുന്ന പാപങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നും ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തെ വളച്ചൊടിക്കുകയാണ് എന്നാണ് BJPയുടെ മറുപടി. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. DCCകളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അമിത്ഷായുടെ കോലം കത്തിക്കും. അംബേദ്കറുടെ സംഭാവനകൾ മായ്ച്ചു കളഞ്ഞ് ചരിത്രം വളച്ചൊടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്തും പ്രതിഷേധ പരിപാടികൾക്ക് KPCC ആഹ്വാനം ചെയ്തത്.